ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ള കലത്തപ്പത്തിൻ്റെതാണ്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി കഴുകി കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ്. ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്താലും കുഴപ്പമില്ല. സമയമില്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കുതിർത്തെടുക്കാം. അതിനുശേഷം ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചോറാണ് കേട്ടോ. 1/2 കപ്പ് ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ചേർക്കാം. മട്ടരിയുടേതോ വെളുത്ത അരിയുടേതോ ചോറും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് പെരുംജീരകം ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകണ്ട കേട്ടോ. വെള്ളം കൂടിയാൽ നമുക്ക് പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ നമ്മുടെ കലത്തപ്പം നന്നാവില്ല. അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളവും പിന്നെ പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളവും അത്രേ ആവശ്യമായി വന്നിട്ടുള്ളൂ. മിക്സ് ചെയ്തതിന് ശേഷം കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് അപ്പസോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതൊരു ഒരു പിഞ്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പും അപ്പസോഡയും ആ തേങ്ങയൊക്കെ നമ്മുടെ ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് കേട്ടോ. ഒരുപാട് ലൂസായി പോകുകയും ചെയ്യരുത് കേട്ടോ, ഒരുപാട് തിക്കായി പോകുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ അളവുകൾ കറക്റ്റ് ആക്കിയാൽ നല്ല അടിപൊളി കലത്തപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് മാത്രം മതിയെങ്കിൽ നെയ്യ് മാത്രം യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ മാത്രം മതിയെങ്കിൽ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യാം. രണ്ടും കൂടി ചേർത്താലും ടേസ്റ്റാണ്. ഇതിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം 1 കൈപ്പിടിയോളം വരുന്ന ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഭാഗം ഞാനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്ററിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ എല്ലാം ഒരു സൈഡ് നടുക്കൊക്കെ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിവിടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കുക്ക് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, പാത്രം നല്ല ചൂടായതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ടോ ഒന്ന് തിളച്ച് റെഡിയായി വരുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മുകളിലേക്ക് ആ ഫ്രൈ ചെയ്ത ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊന്നും മധുരമൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക്, കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തും ഇത് വെന്തതിന് ശേഷം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എരിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാനിതൊരു 20 മിനിറ്റാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന കലത്തപ്പത്തിന് കുറച്ച് സമയം എടുക്കും. സാധാരണ നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്ന കലത്തപ്പം ഒരു 7 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് റെഡിയാകും. ഇതെനിക്കൊരു 20 മിനിറ്റ് കൊണ്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും മാറ്റം വരിക. അപ്പോൾ ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ഫ്രൈ ചെയ്യാതെ കഴിക്കാൻ, എരിയിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാതെ ആണ് വേണ്ടതെങ്കിൽ ഇങ്ങനെയൊന്ന് തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് മുരിയിപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി കലത്തപ്പമാണ്. നമ്മൾ 27-ാം രാവൊക്കെ അപ്പങ്ങളൊക്കെ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതേപോലെ ഒരു അപ്പം കൂടി ഒന്ന് റെഡിയാക്കി നോക്കൊണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ചായയുടെ ഒപ്പം വെറുതെ കഴിക്കാനും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.